അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുറച്ച് പുതിയ അപ്ഡേറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അയൺ ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള വേഫാറിന്റെ പടം, ദുൽഖർ പടം, പടം അങ്ങനെ വേണം പറയാൻ. അതില് പെപ്പെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോ കിൻഡലിടി ഉറപ്പായിരിക്കും. അതെ, കാരണം ആ സിനിമയിൽ ദുൽഖറിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് റോൾ ആണ് പെപ്പയ്ക്ക് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു മൾട്ടി സ്റ്റാർ പടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാരവാന്റെ മുമ്പിൽ പെപ്പേക എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പടം അടിപൊളിയായിട്ട് അടിപൊളിയായിരിക്കട്ടെ. അടുത്ത നമ്മുടെ ബബ്ബ സിനിമ. ബബ്ബയില് നമ്മുടെ ലാലേട്ടൻ ഇപ്പൊ ഈ മാസം അവസാനം, അതായത് ഈ ജൂലൈ അവസാനം ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. സിനിമയുടെ ടീസർ ഇപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രസകരമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പ്രതീക്ഷകൾ കൂടിയിട്ടുണ്ട്. അപ്പൊ അതിലിപ്പോ ലാലേട്ടൻ കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി പവർ ആയിരിക്കും. അപ്പൊ എന്തായാലും ഈ മാസം അവസാനം ലാലേട്ടൻ ജോയിൻ ചെയ്യും. ഒരു 10-12 ദിവസത്തെ ഷെഡ്യൂൾ മുപ്പരക്കുള്ളൂ. അപ്പൊ ഒരു ക്യാമിയോ തന്നെ ആയിരിക്കും. അതിൽ ഫൈറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഏതാ അടുത്തത്? പിന്നെ അടുത്തത് കാളിയുണ്ട്. കുറെ കാലമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു പൃഥ്വിരാജ് കാളിയാണ്. അത് നമ്മുടെ ഇന്ന് നിന്റെ മൊയ്തീൻ വരുന്ന സമയത്തൊക്കെ ഒരു അനൗൺസ്മെന്റ്, ഒരു പോസ്റ്റർ മാതിരിയൊക്കെ ഡിസൈൻ ചെയ്തിട്ട് അതൊരു ഫാൻ മേഡ് പോസ്റ്റർ ആയിരുന്നു. എന്നാലും അതിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. മഹേഷ് കുരുകൾ എന്ന് പറഞ്ഞ ആളാണ് സിനിമ ഡയറക്റ്റ് ചെയ്യണത്. അത് കുറച്ച് ഒരു 70th സെഞ്ചുറി 80th സെഞ്ചുറി ഒക്കെ പീരീഡ് ഡ്രാമ ആയിരുന്നു അത്. മഹേഷ് കുരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളരി അഭ്യാസിയും അങ്ങനെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ സിനിമയുടെ കുറെ കാലമായിട്ട് അത് അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഇപ്പൊ അതായത് സിനിമയുടെ ക്യാമറ സുജിത് വാസുദേവും, പിന്നെ മ്യൂസിക് രവി ബസ്റൂറുമാണ്. അപ്പോ ആ സിനിമ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ, കാരണം പലരും ആ സിനിമ ഡ്രോപ്പഡായി എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ കേട്ടത്. അതെ, അടുത്ത നമ്മുടെ ജയറാമേട്ടന്റെ പടം ആശകളായിരം. ഈ കൊല്ലം 2 സിനിമ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ജൂഡ് ആന്റണി ജോസഫിന്റെ പടവും. പക്ഷെ ഡയറക്ടർ അല്ലാന്നുള്ളൂ, ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ട് പുള്ളിയുണ്ട്, റൈറ്റിംഗിലും പുള്ളിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജി പ്രജിത്താണ് വടക്കൻ സെൽഫിയുടെ ഡയറക്ടർ. അപ്പോ ആ സിനിമ നമ്മുടെ ഗൂഗിളിൽ ആണ് പ്രൊഡക്ഷൻ വരുന്നത്. ജയറാമും കാളിദാസും ഒന്നിച്ച് വീണ്ടും വരുന്ന, അതായത് ഇപ്പോ ഇടയിലൊരു സീരീസ് തമിഴിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും മിക്കവാറും സിനിമ ഇക്കൊല്ലം തന്നെ റിലീസ് കാണുന്നുണ്ട്. അതും ഇച്ചിരി ഭീകരമാണ്. പിന്നെ അടുത്ത് നമ്മുടെ AK-64 അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മെയ് 1 തലയുടെ പിറന്നാളിന് പടത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവുന്ന കാര്യം. അത് വരാതിരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈത്രി മൂവി മേക്കേഴ്സ് സിനിമയിൽ നിന്ന് പുറത്തായി. അതായത് അവരെ സിനിമ അവര് പിന്മാറി. പകരം നമ്മുടെ റോമി പിക്ചേഴ്സ് ആണ് സിനിമ ചെയ്യുന്നത്. ഒരു ഏർലി അനൗൺസ്മെന്റ് ഉണ്ടാവില്ല. കാരണം സിനിമയുടെ ഷൂട്ടൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം ഇപ്പൊ റേസ് ഒക്കെ കേട്ടല്ലെങ്കിൽ വരുള്ളൂ. അപ്പൊ അതിനുശേഷം മാത്രമേ അത് അനൗൺസ്മെന്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിറന്നാളുടെ അന്ന് അനൗൺസ്മെന്റ് വരാണ്ടിരുന്നത്. 64ന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു 54ന്റെ കാര്യം പറയാനുണ്ട്. ധനുഷിന്റെ 54 അത് വിഘ്നേഷ് രാജ ഡയറക്ടർ. നമ്മൾ ആ സിനിമ കഴിഞ്ഞിട്ട് അടുത്തത് എപ്പോഴാണ് ഇയാള് സിനിമ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് കമ്മിറ്റ് ചെയ്തതാണ് ധനുഷിനായിട്ടുള്ള ലോങ് ആയി പുള്ളി ഇരിക്കുന്നു. പക്ഷെ ആക്ച്വലി ഇപ്പൊ ധനുഷ് നല്ല സിനിമ ചെയ്യണ ഒരുപാട് ഡയറക്ടേഴ്സിനെ വേണ്ടിയിട്ട് പുതിയ പടം അനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമ പ്രാവർത്തികമായിട്ട് വരാൻ കുറച്ച് താമസം, അവരെ പിടിച്ചു വെക്കും കുറച്ചു കാലത്തേക്ക്. പുള്ളിയുടെ സിനിമ വരാൻ പോവാണ്. അതില് മലയാളത്തിൽ നിന്ന് 3 പേരെയാണ് കേൾക്കുന്നത്. ഒന്ന് മമിത ബൈജു, ജയറാം, സുരാജ് അതെ, വീരധീരസൂരം. കാരണം അദ്ദേഹത്തിനോട് ചാർജ് ഉണ്ട്, ഇച്ചിരി വലുത് തന്നെയാണ്. പിന്നെ നമ്മുടെ കില്ലർ സിനിമ കില്ലർ സിനിമനെ പറ്റി S.J. സൂര്യ ഡയറക്ടർ റോളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനം. അദ്ദേഹം ഒരു ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കക്ഷിയാണ് ശരിക്കും. അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫി നോക്കിയാൽ നമുക്കത് അറിയാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമ ഡയറക്ട് ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹം ഡയറക്ടറായിട്ട് തിരിച്ചു വരുന്നു. അതായത് ഇസൈക്ക് ശേഷം അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന സിനിമ. ലോങ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ആള് സ്ക്രീനിൽ തന്നെ ഉണ്ടായിരുന്നു പല സിനിമകളിലായിട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ. അപ്പോ A.R. റഹ്മാൻ തന്നെയാണ് സിനിമയുടെ മ്യൂസിക്. അപ്പോ അൻപേ അരൂരയ്ക്ക് ശേഷം A.R. റഹ്മാൻ, ഇനിയോ അൻപേ അരൂര്, അതിനുശേഷം A.R. റഹ്മാൻ. ഇസൈയുടെ മ്യൂസിക് S.J. സൂര്യ തന്നെയായിരുന്നു. അപ്പോ A.R. റഹ്മാൻ ഇതിൽ ചേരുന്നു. അതൊരു പക്ക ഒരു കോൺട്രാക്ട് കില്ലറുടെ ആക്ഷൻ ബേസ്ഡ് ഫിലിമാണ്. അതിൽ കുറച്ച് റൊമാൻസ് അങ്ങനെയുള്ള തരത്തിലുള്ള നമ്മള് ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് എടുത്ത് പറഞ്ഞു. അതെ, കാരണം ശ്രീഗോകുലം മൂവീസ് ആണ്. അവരിപ്പോ റീസെന്റ് ഒരുപാട് സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു പ്രോമിസിംഗ് പ്രോജക്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാമായണ ഫസ്റ്റ് പാർട്ട് ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാമായണത്തിന്റെ കാര്യം പറയുമ്പോ അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രൊജക്ടുകളിൽ ഒന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാസ്റ്റ് ഇപ്പോ രൺബീർ കപൂർ രാമനായിട്ടും യാഷ് രാവണനായിട്ടും അഭിനയിക്കുന്നു. സിനിമ നിതീഷ് തിവാരി
ദങ്കലിന് ശേഷം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. പിന്നെ സിനിമയുടെ മ്യൂസിക് വൈസ് ഹാൻസ് സിമ്മറും രണ്ട് legends. അതേപോലെ സിനിമയുടെ കാസ്റ്റ് എന്ന് പറയുമ്പോ രൺബീറും അയാഷും കഴിഞ്ഞാൽ സായ് പല്ലവി സീതയായിട്ട് അഭിനയിക്കുന്നു. അതേമാതിരി മണ്ടോദരിയായിട്ട് അഭിനയിക്കുന്ന കാജൽ അഗർവാളാണ് യാഷിന്റെ വൈഫ്. അതേമാതിരി അതില് സണ്ണി ഡിയോളാണ് ഹനുമാൻ റോള് ചെയ്യുന്നത്. സണ്ണി ഡിയോൾ ഇപ്പൊ നമ്മൾ ജാറ്റ് ഫിലിം വന്നു പോയിട്ടുള്ളൂ. അപ്പൊ സിനിമയിൽ ബോബി ഡിയോളും അഭിനയിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു കുംഭകർണായിട്ട്. അതേമാതിരി രവി ദൂബെയാണ് ലക്ഷ്മണായിട്ട് അഭിനയിക്കുന്നത്. അതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് മോഹിത് റൈനഡയാണ്. മൂപ്പർ തന്നെയാണ് കൈലാസനാഥനായിട്ട് അഭിനയിക്കുന്നത്. ആളെല്ലാവർക്കും ആള് ശിവഭഗവാന്റെ ഒരു മുഖം എന്ന് എല്ലാവരും ഇതുള്ള. അപ്പൊ അതൊരു വലിയ സിനിമ ആയിരിക്കും അത്. അപ്പൊ സിനിമയിൽ ശൂർപ്പണകായിട്ട് അഭിനയിക്കുന്ന രഘുൽ പ്രീത് സിംഗ് ആണ്. അത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. പിന്നെ ശോഭന ഇപ്പൊ കൽക്കി സിനിമയിൽ അഭിനയിച്ച നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോ ഇതില് കൈകേയിയുടെ റോളാണ് അഭിനയിക്കുന്നത്. കാരണം കൈകേയി കാരണമാണ് രാമൻ കാട്ടിലേക്ക് പോവേണ്ട സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ്. അപ്പോ 2 പാർട്ടായിട്ടാണ് സിനിമ വരുന്നത്. അത് ഐമാക്സിൽ വരുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമ കൂടിയായിരിക്കും. അതിന്റെ ആദ്യ പാർട്ട് 2026 ദീപാവലിക്കും സെക്കൻഡ് പാർട്ട് 2027 ദീപാവലിക്കാണ് വരുന്നത്. ഒരുമിച്ച് ഷൂട്ട് ചെയ്യാനാണ് ചാൻസ്. അതെ അതാ നല്ലത്. അതെ.